അതിൽ പ്രീവിയസ് ഇയർ നഴ്സറി സ്കൂൾ ടീച്ചറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ സൈക്കോളജിയുടെ ആ പേരിനോട് ചേർത്ത് നിന്ന് പഠിക്കുക എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് പൗരാണിക അനുബന്ധന രീതി കണ്ടെത്തിയ റഷ്യൻ മനഃശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് പാവ്ലോയാണ്. പ്രത്യാവർത്തന ശേഷി ഉണ്ടാകുന്ന കാലഘട്ടം, പ്രത്യാവർത്തന ശേഷി, ഹ്യൂറിസ്റ്റിക് മെത്തേഡിൻ്റെ അടിസ്ഥാനം. നല്ല ചോദ്യമാണ്. ഹ്യൂറിസ്റ്റിക് മെത്തേഡിൻ്റെ അടിസ്ഥാനം സംവാദമാണോ റോൾ പ്ലേ? ഇപ്പോൾ ഇവിടെ ലേഖനശേഷി എഴുത്താണല്ലോ, അതുകൊണ്ട് കഥ എഴുത്തുന്നൊക്കെ വിചാരിക്കും. അങ്ങനെയല്ല, എഴുതാനായിട്ട്. ഹായ്, നമസ്കാരം. എൻട്രിയുടെ ചോദ്യപ്പെട്ടിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് വന്നത് പ്രീവിയസ് ഇയർ LP-UPയുടെ ചോദ്യപേപ്പറുകളിലെ ചോദ്യങ്ങളും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് ആയിരുന്നു അല്ലേ. അതിൻ്റെ പൂർണ്ണരൂപം അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട്, അതായത് ലാസ്റ്റ് 20 ഇയേഴ്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളെ സമഗ്രമായി ഡിസ്കസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് എൻട്രിയുടെ ആപ്പിനകത്ത് ഏതാണ്ട് 20 പാർട്ടുകളിലായിട്ട് ലഭ്യമാണ്. അതിനുശേഷം ഞാൻ തുടക്കത്തിലെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കേട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് കൊണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ്. ചോദ്യപ്പെട്ടി എന്ന് പറയുന്ന ആശയം, അതൊരു 10,000-ഓളം ചോദ്യങ്ങൾ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് 3-4 സ്റ്റെപ്പുകളിലായിട്ടാണ്. ആദ്യത്തെ സ്റ്റെപ്പാണ് ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൂടെ കണ്ടു. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ നഴ്സറി സ്കൂൾ ടീച്ചർ ഉൾപ്പെടെയുള്ള PSC ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യപേപ്പറുകളിൽ നിന്നുള്ള സൈക്കോളജിയുടെ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കേറ്ററ്റ് പോലുള്ള CTET പോലുള്ള എക്സാമുകളിൽ നിന്നുള്ള മലയാള ക്വസ്റ്റ്യൻസ് നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നീട് ഓരോ സബ്ജക്റ്റ്, ഓരോ ടോപ്പിക് വൈസ് ഒക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന രീതിയിലായിരിക്കും പോകുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഘട്ടം കംപ്ലീറ്റ് ആണ്. ഓൾറെഡി ആപ്പിൽ അത് ഫുള്ളായിട്ട് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പാർട്ടുകളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിലൂടെയും അവൈലബിൾ ആയിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിൻ്റെ അടുത്തൊരു പാർട്ട് നമ്മൾ ഇന്ന് യൂട്യൂബിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ രണ്ടാമത്തെ സെഷൻ, അതായത് ആദ്യ ഘട്ടം കഴിഞ്ഞ് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് ചോദ്യപ്പെട്ടി കടക്കാൻ പോവാണ്. അതിൽ പ്രീവിയസ് ഇയർ നഴ്സറി സ്കൂൾ ടീച്ചറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ സൈക്കോളജി മാത്രമല്ല വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരുപാട് ടോപ്പിക്കുകളുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതിനെ സമഗ്രമായി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു 10-20ഓളം ക്ലാസ്സുകളിലൂടെ അത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ആപ്പിനകത്ത് അതും അവൈലബിൾ ആണ്. അതിനുശേഷമായിരിക്കും നമ്മൾ കേറ്ററ്റിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു സാമ്പിൾ നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കുകയാണ്. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. പ്രബലനം ഏത് പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് മുഴുവൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, ഒന്നും നമ്മൾ അല്ലാതെ എടുത്തിട്ടില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. പ്രബലനം എന്നത് ഏത് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അനുബന്ധനം, വ്യവഹാരവാദം, പ്രവർത്തനാനുബന്ധനം, ശ്രമപരാജയ സിദ്ധാന്തം. ഇതിൽ ഏതാണ് പ്രബലനം എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏതുമായിട്ടാണ് പ്രബലനം അല്ലേ? റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റൊക്കെ നമ്മൾ കൊണ്ടുവരുന്നത് എവിടെയാണ്? പ്രബലനം ചെയ്യുക ഏതിനകത്തായിരുന്നു? തീർച്ചയായിട്ടും പ്രവർത്തനാനുബന്ധന സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ടാണത് വരുന്നത്. ഓപ്ഷൻ C ആണ് ശരിയായിട്ടുള്ള ആൻസർ. എമിലി എന്ന ഗ്രന്ഥത്തിലൂടെ റൂസോ ലോകത്തെ അറിയിച്ചത്. അപ്പം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലും നമുക്ക് നഴ്സറി സ്കൂൾ ടീച്ചറിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോഴും റൂസോ അല്ലെങ്കിൽ പെസ്റ്റലോസി, കൊമേനിയസ്, ഫ്രോബൽ ഇവരെക്കുറിച്ചിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ അങ്ങനെ UPSC എക്സാമുകളിൽ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് പഠിക്കണമെന്ന് വിചാരിക്കും. പക്ഷേ ലാസ്റ്റ് നടന്ന NCEയുടെ എക്സാമിൽ എമിലി ആരുടെ ഗ്രന്ഥമാണ് അല്ലെങ്കിൽ റൂസോയുടെ ഗ്രന്ഥം ഏത് എന്നുള്ള രീതിയിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭാഗത്ത് നിന്ന് ഇനി അങ്ങോട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് ചോദ്യങ്ങൾ. അതിന് നമുക്ക് റെഫറൻസ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ക്വസ്റ്റ്യൻ പേപ്പർ ഈ പറയുന്ന രീതിയിൽ നഴ്സറി സ്കൂൾ ടീച്ചറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ ഒരുപാട് ഈ പറയുന്ന ദാർശനികരുടെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അത്തരത്തിലൊരു ചോദ്യമാണിത്. ഈ റൂസോ എമിലി എന്ന ഗ്രന്ഥത്തിലൂടെ ലോകത്തെ അറിയിച്ചത് കുട്ടിയെക്കുറിച്ചുള്ള സങ്കല്പം, വിദ്യാഭ്യാസ സങ്കല്പം, അധ്യാപക സങ്കല്പം, പ്രകൃതിയെക്കുറിച്ചുള്ള പഠനം. ഇതിലേതായിരിക്കും? തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ സങ്കല്പമാണ്. ഓപ്ഷൻ B ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് അവിടെ വരുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. സമസംഘങ്ങൾ സ്വാധീനം ചെലുത്തുന്ന പ്രായഘട്ടം. സമസംഘങ്ങൾ സ്വാധീനം ചെലുത്തുന്ന പ്രായഘട്ടം. ഏത് പ്രായത്തിലാണ് സമസംഘങ്ങളുടെ ഒരു സ്വാധീനം വരുന്നത്? ശൈശവം, ബാല്യം, കൗമാരം, യൗവനം. പിയർ ഗ്രൂപ്പുകളുടെ ഇൻഫ്ലുവൻസ് വരുന്നത് ഏത് കാലഘട്ടത്തിലാണ് എന്നുള്ളതാണ് ആ ചോദ്യം. തീർച്ചയായിട്ടും അവിടെ വരുന്നത് കൗമാരമാണ്. ഓപ്ഷൻ C ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്. കൗമാരമാണ്. ഓപ്ഷൻ C ആണ് ശരിയായിട്ടുള്ള ആൻസർ. അഡോളസൻ്റ് ഏജിലാണ് പിയർ ഗ്രൂപ്പുകളുടെ ഇൻഫ്ലുവൻസ് വരുന്നത്. ചോദ്യം ഏത് എക്സാമിനാണ്? നഴ്സറി സ്കൂളിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും LP സ്കൂളിൻ്റെ LPP ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തൊരു ചോദ്യം നോക്കൂ. പൗരാണിക അനുബന്ധന രീതി കണ്ടെത്തിയത് റഷ്യൻ മനഃശാസ്ത്രജ്ഞനായിരുന്ന പിയാഷെ, പാവ്ലോവ്, സ്കിന്നർ, വാട്സൺ. പൗരാണിക അനുബന്ധനം, ക്ലാസിക്കൽ കണ്ടീഷനിങ്, ആ പേരൊക്കെ ഇനി പറഞ്ഞു തരേണ്ടവരുണ്ട്. എത്രയോ ക്വസ്റ്റ്യനുകളിൽ നമ്മൾ തന്നെ കണ്ടു. 20 പാർട്ടിലായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇവാൻ പാവ്ലോ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ വൈഗോസ്കി ഇല്ലാത്ത, സ്കിന്നർ ഇല്ലാത്ത, ബ്രൂണർ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറുകൾ വളരെ കുറവാണ്. അവരുടെ തിയറികൾ ആ പേരിനോട് ചേർത്ത് നിന്ന് പഠിക്കുക എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് പൗരാണിക അനുബന്ധന രീതി കണ്ടെത്തിയ റഷ്യൻ മനഃശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് പാവ്ലോയാണ്. യുനിസെഫ് രൂപീകരിച്ച വർഷം, ഇങ്ങനത്തെ ചോദ്യങ്ങൾ അങ്ങനെ നമ്മൾ
സൈക്കോളജി അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് LPUP കണ്ടിട്ടില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇപ്പോൾ ഇതൊരു ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ നഴ്സറി സ്കൂൾ ടീച്ചറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ പകുതി ചോദ്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, മറ്റൊരെണ്ണം വേറെ പാർട്ടിലൊക്കെ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇത് നിങ്ങൾക്ക് GK ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ സയൻസിൻ്റെ ഭാഗമായിട്ടൊക്കെ വേണമെങ്കിൽ ഈ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് LPUPയുടെ എക്സാമുകളിലും. അതുകൊണ്ട് ഞാനിതും എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കളഞ്ഞിട്ടില്ല. സൈക്കോളജി മാത്രമല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്തായാലും യുണിസെഫ് രൂപീകരിച്ച വർഷം എന്ന് പറയുന്നത് 1946 എന്ന് ഒന്ന് നോട്ട് ചെയ്യുക. വിദ്യാഭ്യാസ സമ്പന്നരായ സ്ത്രീകൾ കുടുംബത്തിന് മഹാമാരി ബാധ പോലെയാണ്, ഇങ്ങനെ അഭിപ്രായപ്പെട്ട ദാർശനികനാര്? അത്ര നല്ല സെൻറ്റൻസ് അല്ലല്ലേ, എന്നാൽ പോലും അങ്ങനെ ഒരു ദാർശനികൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അത് റൂസോ ആണോ, കൊമേനിയസ് ആണോ, ജോൺ ഡൂയി ആണോ, പൗലോ ഫ്രയർ ആണോ? വീണ്ടും റൂസോ വരുന്നത് കാണാം. ഇതുപോലെ ഒരുപാട് ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് റൂസോനെ ബേസ് ചെയ്തിട്ട് തന്നെ ചോദിച്ചിട്ടുള്ളത് നമുക്ക് ആവർത്തിച്ച് കാണാനായിട്ട് സാധിക്കും. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. കുട്ടികളിലെ വായനാ വൈകല്യം, ഡിസ്ലെക്സിയ, ഓട്ടിസം, ഡിസ്ഗ്രാഫിയ, ജൽപ്പനം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിനോടകം പല ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഞാനതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ട്, തെറ്റിക്കേണ്ട കാര്യമില്ല. ഡിസ്ലെക്സിയാണ്, ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്. നഴ്സറി സ്കൂൾ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് വായനാശേഷി വികാസം, ലേഖനശേഷി വികാസം, പഠനശേഷി വികാസം, സൂക്ഷ്മപേശി വികാസം. നഴ്സറി സ്കൂൾ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന ഏതായിരിക്കും? വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ഏതായിരിക്കും അത്? സൂക്ഷ്മപേശികളുടെ വികാസമാണ്. അല്ലാതെ വായിക്കുക, ലേഖനം, പഠനശേഷി ഇതൊന്നുമല്ല. സൂക്ഷ്മപേശികളുടെ വികാസമാണ് മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ. കളിയിലൂടെ പ്രധാനമായും കുട്ടിക്ക് ലഭിക്കുന്നത് എന്ത്? യുക്തിചിന്തനം, ഇന്ദ്രിയാനുഭവം, വൈജ്ഞാനിക വികാസം, അച്ചടക്കം. അപ്പോൾ കളിയിലൂടെ കുട്ടിക്ക് കിട്ടുക എന്ന് പറയുന്നത് എന്തായിരിക്കും? തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരൊറ്റ എണ്ണ ആൻസർ ഉള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്നത് തന്നെയാണ്. ഇന്ദ്രിയാനുഭവമായിരിക്കും. ഇന്ദ്രിയങ്ങളല്ലേ, സെൻസ് ഓർഗൻസിനെ എക്സ്പീരിയൻസ് കിട്ടുക എന്നുള്ളത് തന്നെയാണ് കളികളിലൂടെ ലഭിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കോൾബർഗ് ശ്രദ്ധ ചെലുത്തിയ മേഖല ചാലക വികാസമാണോ, സാമൂഹിക വികാസമാണോ, നൈതിക വികാസമാണോ, വൈകാരിക വികാസമാണോ? ലോറൻസ് കോൾബർഗിൻ്റെ ഒക്കെ പേര് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് പറഞ്ഞ എത്ര ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഞാൻ തന്നെ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതിനോടകം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. നൈതിക വികാസമാണ്, ഓപ്ഷൻ സി ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരിക. അന്തർദേശീയ ഏജൻസി അല്ലാത്തതേത്? NCERT, യുനിസെഫ്, WHO, യുനെസ്കോ. സിമ്പിൾ അല്ലേ? അന്തർദേശീയം അല്ലാത്ത ദേശീയമായിട്ടുള്ള ഒരെണ്ണം അതിനകത്തുള്ളത് ഏതാണെന്ന് നിങ്ങൾക്കറിയാം. നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, NCERT ആണ് അല്ലേ? ശരിയാണ്, അത് പറഞ്ഞത് കറക്റ്റാണ്. യുനിസെഫും WHO, യുനെസ്കോയും ഒക്കെ നമുക്ക് അന്തർദേശീയമാണെന്ന് മനസ്സിലാക്കാം. വികസന ആരംഭം തുടങ്ങുന്നത് എവിടെ വെച്ചാണ്? വികസന തത്വങ്ങൾ, വികാസ തത്വങ്ങൾ എന്ന് പറയുന്ന ഒരു ആശയത്തെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് പല തത്വങ്ങൾ ഓർഡറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോഴൊക്കെ സമഗ്രമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ള ഒന്നാണ്. അതിൽ പറയുന്നുണ്ട് വികാസം എന്ന് പറയുന്നത് അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയം തൊട്ട്, ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയം തൊട്ട് മരണത്തിന് തൊട്ട് മുമ്പ് വരെ സംഭവിക്കാവുന്ന ഒന്നാണ് വികാസം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് ആരംഭിക്കുന്നത് എവിടെ നിന്നായിരിക്കും? ശൈശവത്തിലും കൗമാരത്തിലും ബാല്യത്തിലൊന്നുമല്ല, ഗർഭാവസ്ഥയിൽ വെച്ചാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. പ്രീ സ്കൂളിന് ഇണങ്ങുന്ന മൂല്യനിർണ്ണയ ഉപാധി എന്ന് പറയുന്നത് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണോ, വായിപ്പിക്കലാണോ, നിരീക്ഷിക്കലാണോ, എഴുതിപ്പിക്കലാണോ? തീർച്ചയായിട്ടും പ്രീ സ്കൂളിൽ നിരീക്ഷിക്കലായിരിക്കും. കാരണം ബാക്കിയുള്ളതിനേക്കാളൊക്കെ പോസിബിലിറ്റി ഉള്ളത് നിരീക്ഷിക്കലിനാണ്. ഓപ്ഷൻ സി ആണ് മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ ആയിട്ട് വരിക. പ്രത്യാവർത്തന ശേഷി ഉണ്ടാവുന്ന ഏത് കാലഘട്ടത്തിലാണ്? ഇന്ദ്രിയജാലകം, രൂപാത്മക മനോവ്യാപാരം, ചിന്തനം, മനോവ്യാപാരപൂർവ്വ ചിന്തനം, ഔപചാരിക മനോവ്യാപാരം. പ്രത്യാവർത്തനത്തിനുള്ള കഴിവെന്ന് പറയുമ്പോൾ എത്രയോ ക്ലാസ്സുകളിൽ ഇതിനോടകം പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഇതൊക്കെ ആവർത്തിച്ച് PSC ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന സാധനമാണ്. 5+3 8 ആണെങ്കിൽ 8 - 3 5 ആണെന്ന് പറയാൻ ഒരു കുട്ടിക്ക് ക്ലാസ് സാധിക്കുന്നുണ്ടെങ്കിൽ അത് പ്രത്യാവർത്തന ശേഷി ഉള്ള ഘട്ടത്തിലാണ്. അതേത് ഘട്ടത്തിലാണ്? തീർച്ചയായിട്ടും ആ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ, അത് ബ്രൂണറുടെ ആയാലും പിയാഷയുടെ ആയാലും ആ ഘട്ടങ്ങളുണ്ടെങ്കിൽ അത് പഠിച്ചു വയ്ക്കുക. എത്രയോ ക്വസ്റ്റ്യനിൽ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. രൂപാത്മക മനോവ്യാപാര ചിന്തനത്തിലാണ് ഇത് സംഭവിക്കുന്നത്. പിന്നെ ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിലും മലയാളം ട്രാൻസ്ലേഷൻ വരുമ്പോൾ നമ്മൾ പഠിച്ച അതേ വാക്കുകൾ വരുമെന്ന് പ്രതീക്ഷിക്കുക, അതിന് മാറി ചോദിക്കാറുണ്ട്. അപ്പോൾ തെറ്റിക്കരുത്, അറിഞ്ഞിരിക്കുക. അർത്ഥം അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ. പരുവപ്പെടുത്തൽ എന്ന ആശയം അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ പാവ്ലോ, സ്കിന്നർ, വാട്സൺ, തോണ്ടേക്ക്. പൗരപ്പെടുത്തൽ എന്ന ആശയം അത് പാവ്ലോ ആണ്. പരുവപ്പെടുത്തിയെടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് അദ്ദേഹത്തിൻ്റെ തിയറികൾ നോക്കി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനോട് ഇണക്കിയെടുക്കുക അല്ലേ, ആ ഒരു കൺസെപ്റ്റ് തന്നെ പാവ്ലോയുടെ തിയറികളിൽ നോക്കി അറിയാം. ശിശുക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അല്ലാതെ പ്രവർത്തിക്കുന്ന ഏജൻസീസ് കെയർ, CSWB, NCTE, NIPCCD. ശിശുക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അല്ലാതെ പ്രവർത്തിക്കുന്ന ഒരെണ്ണം ഇതിനകത്ത് കിടപ്പുണ്ട്. നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഫുൾ ഫോം അറിയാമെങ്കിൽ അറിയാം. നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനാണ്. ടീച്ചർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ്. ബാക്കിയൊക്കെ സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് കോപ്പറേഷൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശിശുക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി തന്നെ ഉള്ളതാണ്.
പരിതോവസ്ഥയുമായി ഇടപഴകുന്നതിൻ്റെ ഫലമായി ജ്ഞാതൃഘടനയിൽ സ്വാംശീകരിക്കപ്പെടുന്ന വൈജ്ഞാനിക അംശങ്ങൾ. സിമ്പിളായിട്ട് പറഞ്ഞാൽ പരിസ്ഥിതിയുമായിട്ട് ഇടപഴകുന്നതിൻ്റെ ഫലമായിട്ടെന്ന് ഓർത്താൽ മതി. അവിടെ സ്കീമ, ബിംബം, പ്രതീകം ഏതായിരിക്കും? സ്കീമയാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരിക. സ്കീമകൾ പഠിച്ചിട്ടില്ലേ? അറിവിൻ്റെ അടിസ്ഥാന യൂണിറ്റുകളായി ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന പരിപാടി പരിസ്ഥിതിയിൽ നിന്ന്. അത് തന്നെയാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് സ്കീമയെക്കുറിച്ചൊക്കെ. ഫ്രഞ്ച് വിപ്ലവം സ്വാധീനം ചെലുത്തിയ വിദ്യാഭ്യാസ ദാർശനികൻ? പൗലോ ഫ്രയർ, ഗാന്ധിജി, റൂസോ, ടാഗോർ. ഫ്രഞ്ച് വിപ്ലവം ചോദിക്കാവുന്ന നല്ലൊരു ചോദ്യമാണ്. ഫ്രഞ്ച് വിപ്ലവം സ്വാധീനിച്ചത് ആരെയാണ്? റൂസോനെയാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ റൂസോനെക്കുറിച്ച് തന്നെ മൂന്നാമത്തെ ചോദ്യമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ചോദിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. LPUടെ പ്രീവിയസ് ക്വസ്റ്റ്യനിലും റൂസോയുടെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വയ്ക്കുക. ZPD എന്ന ആശയം വികസിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ? എത്രയോ തവണ ആ മനുഷ്യൻ്റെ പേരില്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം. ആരാണ്? ബ്രൂണർ, വൈഗോസ്കി, പിയാഷെ, കോഹ്ലർ. ആരാ? വൈഗോസ്കിയാണ് അല്ലേ? വൈഗോസ്കി മറക്കരുത്. പ്രശ്നോത്തരി വിദ്യാഭ്യാസത്തിൽ പഠിതാവ് അറിവിൻ്റെ സംഭരണി സംവാദങ്ങളെ നിരാകരിക്കുന്നു, നിഷ്ക്രിയനാണ്, പഠന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നു. പ്രശ്നോത്തരി അല്ല, പ്രശ്നോന്നിതാണ് കേട്ടോ. പ്രശ്നോന്നിതം, പ്രോബ്ലം സോൾവിംഗ് എന്നൊക്കെ പറയാറില്ല, അത് തന്നെ. പ്രശ്നോന്നിത ആണ്, മാറിപ്പോരുത്, പറഞ്ഞപ്പോൾ ഞാൻ മാറിയിട്ടുണ്ട്. അപ്പോൾ അറിവിൻ്റെ സംഭരണി സംവാദങ്ങളെ നിരാകരിക്കുന്നു, നിഷ്ക്രിയനാണ്, പഠന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നു. ഇതിലേതായിരിക്കും? ആ പഠന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരാളാണ് പ്രോബ്ലം സോൾവിങ്ങിനകത്ത് വിജയിക്കുക. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരിക. ഒരു പ്രായോഗികവാദി എന്ന് പറയുന്നത് ജോൺ ഡൂയി ആണോ, ഫ്രോബലാണോ, റൂസോ ആണോ, കൊമേനിയസ് ആണോ? പ്രായോഗികവാദി ഇവരിലാരായിരുന്നു പ്രായോഗികവാദി? തീർച്ചയായിട്ടും അത് ജോൺ ഡൂയി ആണ് പ്രായോഗികവാദികളുടെ ലിസ്റ്റിൽ വരുന്ന ഒരാൾ. ദെൻ അടുത്ത ചോദ്യം, ഹ്യൂറിസ്റ്റിക് മെത്തേഡിൻ്റെ അടിസ്ഥാനം. നല്ല ചോദ്യമാണ്. ഹ്യൂറിസ്റ്റിക് മെത്തേഡിൻ്റെ അടിസ്ഥാനം സംവാദമാണോ, ചർച്ചയാണോ, അന്വേഷണമാണോ, നിരീക്ഷണമാണോ? അത് അന്വേഷണമാണ്. ഹ്യൂറിസ്റ്റിക് അന്വേഷണം. ആ വേർഡിൽ തന്നെ കിടപ്പുണ്ട്, പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയാം. അന്വേഷണമാണ് അവിടുത്തെ മോസ്റ്റ് സ്യൂട്ടബിൾ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചോദ്യം, ശിശുവിൻ്റെ വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകം? സമസംഘങ്ങൾ, പര്യാവരണം, സമൂഹം, അധ്യാപകൻ. ശിശുവിൻ്റെ വികാസത്തെ സ്വാധീനിക്കുന്നത് എല്ലാം ശരിയാണെന്നൊക്കെ തോന്നും, പക്ഷേ മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ ഒരെണ്ണമേ ഉള്ളൂ. അത് പര്യാവരണമാണ്. പാരമ്പര്യവും പര്യാവരണവും നമ്മൾ പഠിച്ചിട്ടുള്ള ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ആശയം അത് തന്നെയാണ് അവിടെ വന്നിട്ടുള്ളത്. ആ ടൈറ്റിൽ തന്നെ നമ്മുടെ സിലബസിലുണ്ട് കേട്ടോ. അംഗൻവാടികളുടെ ചുമതലയുള്ള വകുപ്പ്? ഗ്രാമവികസന വകുപ്പ്, പട്ടികജാതിക്ഷേമ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, സാമൂഹ്യക്ഷേമ വകുപ്പ്. ഏതിനാണ് അംഗനവാടികളുടെ ചുമതലയുള്ളത്? അംഗനവാടികളുടെ ചുമതലയുള്ളത് സാമൂഹ്യക്ഷേമ വകുപ്പാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്തൊരു ചോദ്യം, ജ്ഞാനനിർമ്മിതിവാദി എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ ദാർശനികൻ? ജ്ഞാനനിർമ്മിതിവാദികളുടെ കൂട്ടത്തിൽപ്പെടുത്താവുന്ന വിദ്യാഭ്യാസ ദാർശനികൻ പെസ്റ്റലോസി ആണോ, ജോൺ ഡൂയി ആണോ, പൗലോ ഫ്രയർ ആണോ, ഫ്രോബലാണോ? ജ്ഞാനനിർമ്മിതിവാദികളുടെ കൂട്ടത്തിൽ ജോൺ ഡൂയി തന്നെയാണ് പെടുന്നതെന്ന് മനസ്സിലാക്കുക. ദെൻ അധ്യാപിക ഗ്രാമസേവികയും സാമൂഹ്യ പ്രവർത്തകയും ആയിരിക്കണമെന്ന് പ്രസ്താവിച്ചത്? ടാഗോർ, വിവേകാനന്ദൻ, താരാഭായി മോദക്, ഗാന്ധിജി. അപ്പോൾ ഗ്രാമങ്ങളുടെ അതിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞിട്ടുള്ള ഇവരിൽ ആരാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ്, നമ്മുടെ സ്വന്തം മഹാത്മാഗാന്ധിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് അവിടെ വരിക. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ഭാഷാശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഭാഷാശാസ്ത്രജ്ഞൻ സിമ്പിൾ അല്ലേ? ആരും തെറ്റിക്കില്ല. ഭാഷാശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്ന ആ വ്യക്തിയുടെ പേര് അറ്റ്ലറാണോ, ബ്രൂണറാണോ, പിയാഷെയാണോ, നോം ചോംസ്കി ആണോ? ഇതൊക്കെ കാണുമ്പോൾ തന്നെ ആൻസർ ഇപ്പോൾ കിട്ടും. നോം ചോംസ്കിയാണ്, മറക്കരുത്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ടല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. LAD പോലുള്ള കോൺട്രിബ്യൂഷൻസൊക്കെ അദ്ദേഹം നൽകിയിട്ടുള്ളതാണ്. ലേഖനശേഷിയെ സഹായിക്കുന്ന പ്രവർത്തനം? അഭിനയ, ഗാനം, ചിത്രം വര, കഥ എഴുത്തൽ, റോൾ പ്ലേ. ഇപ്പോൾ ഇവിടെ ലേഖനശേഷി എഴുത്താണല്ലോ, അതുകൊണ്ട് കഥ എഴുത്തുന്നൊക്കെ വിചാരിക്കും. അങ്ങനെയല്ല, എഴുതാനായിട്ട് ലേഖനശേഷി വികസിക്കാനായിട്ട് സഹായിക്കുന്ന ഇതിൽ ചിത്രം വരെയാണ്. ഓപ്ഷൻ ബി ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരിക. ചിത്രം വരെയാണ്. നമ്മൾ പെട്ടെന്ന് കഥ എഴുതുന്നതൊക്കെ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട് ലിങ്ക് ചെയ്ത് ആൻസർ തെറ്റിക്കാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. എഴുതുക എന്നുള്ള ശേഷി വികസിക്കുന്ന കാര്യമാണ്. ശേഷി വികസിച്ച് കഴിഞ്ഞിട്ടുള്ള ഭാവന വികസിക്കുന്നത്. കൺസെപ്റ്റിനെയല്ലേ, ആശയത്തെ എഴുതുമല്ലേ കഥയായിട്ട്. അതല്ല, ലേഖനം എഴുതാൻ തന്നെ പഠിപ്പിക്കുന്നു എന്നത് അതിനു മുമ്പ് ചിത്രം വരെയാണ് അതിനെ സഹായിക്കുന്നതെന്ന് മനസ്സിലാക്കുക. നെഗറ്റീവ് എഡ്യൂക്കേഷൻ്റെ വക്താവ്? ഗാന്ധിജി, ഫ്രോബൽ, റൂസോ, ജോൺ ഡൂയി. എഗെയിൻ ആൻഡ് എഗെയിൻ റൂസോ. എത്രയോ ക്വസ്റ്റ്യൻസ്? 4 ക്വസ്റ്റ്യൻ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ വന്നില്ലേ. ഇതൊക്കെ ചോദിക്കാം. നെഗറ്റീവ് എഡ്യൂക്കേഷൻ്റെ വക്താവ് റൂസോ, മറക്കരുത്. വ്യവഹാരവാദത്തിൻ്റെ മുഖ്യ പോരായ്മ? ജന്തുക്കളിൽ നടത്തിയ പരീക്ഷണം, മാനസിക പ്രക്രിയകളോടുള്ള അവഗണന, ചേഷ്ടകൾക്ക് നൽകിയ പ്രാധാന്യം, ചോദക പ്രതികരണ ബന്ധം. അപ്പോൾ ബിഹേവിയർസിന് ഒരുപാട് പോരായ്മയുണ്ട്. അതിൽ മുഖ്യ പോരായ്മയാണ് ചോദിച്ചിരിക്കുന്നത്. മുഖ്യ പോരായ്മ എന്ന് ചോദിച്ചാൽ അത് ഒരെണ്ണേ ഉള്ളൂ. അതിന് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനിയും പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസർ ഒരിക്കലും തെറ്റിക്കരുത്. മാനസിക പ്രക്രിയകളോടുള്ള അവഗണന എന്നുള്ളതാണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. ജന്തുക്കളിൽ നടത്തിയ പരീക്ഷണം ആയതുകൊണ്ട് പോരായ്മകളുണ്ട്. ചേഷ്ടകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി എന്നുള്ളതൊക്കെ അതിൻ്റെ വേണം നെഗറ്റീവാണ്. കാരണം
പുറത്തുള്ളതിന് മാത്രമാണ്, അകത്തേക്ക് കാര്യങ്ങൾക്ക് പരിഗണന കൊടുത്തിട്ടില്ല. അതിനല്ലേ മാനസിക പ്രക്രിയകൾക്കുള്ള അവഗണന എന്ന് ഉദ്ദേശിക്കുന്നത്. മോസ്റ്റ് സൂട്ടബിൾ ആൻസർ വ്യവഹാരവാദത്തിൽ മുഖ്യ പോരായ്മയായിട്ട് നമുക്ക് എടുക്കാവുന്നത് ഓപ്ഷൻ ബി തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ കുറേയേറെ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഈ ക്ലാസ്സിൽ. 31ഓളം ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. ഇതേപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നഴ്സറി സ്കൂൾ ടീച്ചറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ആയിരക്കണക്കിന് ചോദ്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇനിയും വരുന്നതായിരിക്കും നിങ്ങളിലേക്ക്. അതിൻ്റെ പൂർണ്ണ രൂപം മൊത്തത്തിലുള്ളത് നിങ്ങൾക്ക് ആപ്പിൽ ലഭ്യമാവും. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുകയാണ്. നന്നായിട്ട് പഠിക്കുക, ചോദ്യപ്പെട്ടിയിലെ എല്ലാ ചോദ്യങ്ങളെയും ഉപയോഗപ്പെടുത്തുക. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി.